ഹായ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഓൺ വോയിസ് ആണ് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള എല്ലാ ഇതും എന്താ പറയുക ബുദ്ധിമുട്ടുകളും ഇതിലുണ്ടാവും. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് കേട്ട് ഞാൻ പറയണ കാര്യം കേട്ടിട്ട് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 8ൽ പഠിക്കുന്ന ഒരു മോനുണ്ട്. അവൻ 8ൽ പഠിക്കുന്നതല്ല 5ൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. അപ്പോൾ അവൻ സ്കൂൾ വിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, മാഷ് ക്ലാസ്സിൽ വന്നിട്ട് അടുത്ത കൊല്ലം മുതൽ ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ഇല്ല. അപ്പോൾ അതിന് മുന്നേ കൂട്ടിയിട്ട് പേര് കൊടുക്കണം, എന്നാലാണ് നമുക്ക് നേരത്തെ കൂട്ടി ബുക്കുകൾ കിട്ടുള്ളൂ. ലാസ്റ്റ് ടൈമിക്കൊക്കെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ചില ബുക്കുകൾ നമുക്ക് കിട്ടാൻ ലേറ്റ് ആവും. അപ്പോൾ ആരൊക്കെ ബുക്ക് വേണ്ടിച്ചാൽ വീട്ടിൽ പോയിട്ട് പറയാൻ പറഞ്ഞു എന്നോട്, അങ്ങനെ പറയാൻ പറഞ്ഞു അത്ര. അപ്പോൾ അവൻ എന്നോട് വന്നിട്ട് അത് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഇതുവരെ 8ാം ക്ലാസ് വരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല. കാരണം നമുക്ക് യൂണിഫോം ആയാലും ബുക്കായാലും ഉച്ചയ്ക്കുള്ള ഫുഡായാലും ഒക്കെ അവർക്ക് ഫ്രീ ആണ്. അപ്പം നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല. പക്ഷെ ഇപ്പം എന്തായാലും അത് വന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ സമയത്ത് എനിക്ക് എന്താ പറയുക, നമ്മളൊരു സാധാരണ കുടുംബമാണ്. ഇപ്പോൾ യൂണിഫോമും ബുക്കും ഉച്ചഭക്ഷണം ഫ്രീ കിട്ടിയാൽ തന്നെ ഒരു സ്കൂൾ തുറക്കുമ്പോൾ എന്തൊക്കെ ചിലവുകളുണ്ടെന്ന് ഓരോ രക്ഷിതാക്കൾക്കും അറിയാം. അതേപോലെ നമ്മളെപ്പോലെ സാധാരണ കുടുംബത്തിലുള്ള ആൾക്കാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഒരു വർഷം സ്കൂൾ തുറക്കുമ്പോൾ 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കുള്ള ബാഗായാലും ചെരുപ്പായാലും നോട്ട് ബുക്കായാലും പേന പെൻസിൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരു തുക അതിലേക്ക് തന്നെ നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരികയാണ്. ഇപ്പോൾ യൂണിഫോം ഫ്രീ കിട്ടുക എന്ന് പറഞ്ഞാലും അതിനുള്ള തയ്യൽക്കൂലി എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. ഇപ്പം എൻ്റെ മോന് ഞാൻ 2 ജോഡി യൂണിഫോം അടിച്ചത് 1200 റുപ്യ കൊടുത്തിട്ട്. അങ്ങനെയുള്ള സ്ഥിതിക്ക് അടുത്ത വർഷത്തേക്ക് ഈ ബുക്കും യൂണിഫോമും ഉച്ചഭക്ഷണം എന്തോ ആയിക്കോട്ടെ, എന്നാലും പറയാണ് ബുക്കും യൂണിഫോമും ഫ്രീ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ഫാമിലീസിനും കുടുംബങ്ങൾക്കത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. 8 വരെ ഫ്രീ കൊടുക്കാമെങ്കിൽ പിന്നുള്ളൊരു 2 വർഷം കൂടിയും എന്തുകൊണ്ട് ഗവൺമെൻറ് സർക്കാരിനത് കൊടുത്തുകൂടാ? പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉച്ചഭക്ഷണമായ 8 വരയ്ക്കുള്ള കുട്ടികൾക്കുണ്ട് എന്ന് പറഞ്ഞു, 9നും 10നും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം മോൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ ടീച്ചർമാർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ കറി വെച്ച് കൊടുക്കുക, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഈ പാലുണ്ടാവുമല്ലോ, ആ പാല് ചില കുട്ടികളൊന്നും കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ അവർ പായസമാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ 9നും 10നും ഫുഡ് അങ്ങനെ ചിക്കനൊക്കെ ഉള്ള സമയത്ത് ഫുഡ് കഴിക്കാം. അല്ല ഈ സാധാരണ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടാത്ത ആൾക്കാർക്ക് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 8 വരയ്ക്കുള്ള കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ 9നും 10നും ഇതിലേക്കുള്ള കുട്ടികൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ കുട്ടികൾക്ക് ആ ഫുഡ് കിട്ടാറില്ല. അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എടുത്തിമ്മയുടെ മോണ്ട് അവർക്കൊന്നും ചില ദിവസങ്ങളിൽ ഫുഡ് കിട്ടാറില്ല എന്നോട് പറയാറുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചുരുക്കി പറയാമെന്ന് വെച്ചാൽ ഇത് ചുരുക്കി പറയേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഈ എന്താ പറയുക, ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു 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 മക്കളെ തന്നെ പീഡിപ്പിച്ച് കൊല്ലുക, അതുപോലെ കൊല്ലുക, മോഷ്ടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ജയിലിൽ നല്ല ഫുഡാണ്. ചിക്കനായാലും ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ ബിരിയാണി അങ്ങനെ പറഞ്ഞാൽ നല്ല നല്ല ഫുഡുകൾ. അതുപോലെ ജയിലിൽ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് നല്ല മാസം ശമ്പളം അവർ അവിടെ നിന്ന് പോരുന്ന സമയത്ത് അവർക്കൊരു ശമ്പളം അവർക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു അറിവാണ് കേട്ടോ, അത് തെറ്റോ ശരിയാന്ന് എനിക്കറിയില്ല. അവർ ജോലി ചെയ്തതിൻ്റെ ശമ്പളം അവർക്ക് എത്ര വർഷമാണ് അവരവിടെ കിടക്കുന്നത്, അവർക്ക് പോരുന്ന സമയത്ത് അവർക്ക് ആ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കൊലപാതകങ്ങൾക്കും കള്ളന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് നല്ല നല്ല ഫുഡ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഭാവി തലമുറയ്ക്ക് കുഞ്ഞു കുഞ്ഞു മക്കളാണ് ഇവർക്ക് വേണ്ടിയിട്ട് +1 +2 പോട്ടെ, ഈ 10 വരയ്ക്കെങ്കിലും അവർക്ക് എന്തുകൊണ്ട് ഫ്രീ ആക്കിക്കൂടാ? ഇപ്പോൾ നമ്മുടെ RT റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ള 2009 നിയമപ്രകാരമാണ് ഇത്ര. ഇത് അതിന് മുന്നേ ഉണ്ട് കേട്ടോ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രാബല്യത്തിൽ വന്ന അത് നിയമത്തിലായത് 2009 എന്നാണ് പറയുന്നത്. അതുപോലെ PM പോഷൻ പദ്ധതി പ്രകാരമുള്ള ഉച്ചഭക്ഷണം, യൂണിഫോം, ടെക്സ്റ്റ് ബുക്കൊക്കെ ഈ നിയമത്തിൻ്റെ ഇതിലാണ് അവർക്ക് 8 വരയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുത്തത്. ഈ 8 വരയ്ക്ക് എന്നുള്ളത് പിന്നെ ഒരു 2 കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. നമ്മളെപ്പോലെ ഇത്രയും ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആൾക്കാർ, ഞങ്ങൾക്ക് വാടകയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു മാസത്തെ വാടക പോലും കറക്റ്റ് കൊടുക്കാൻ ചില സമയത്ത് കിട്ടാറില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിനടക്കം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്.
ഒരുപാട് പേരുണ്ട്. ഒരു ഒരു വർഷത്തിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് എന്താ പറഞ്ഞു വരുന്നത്, 8 വരയ്ക്കുള്ള വിദ്യാഭ്യാസം മതി എന്നാണോ എന്നാൽ നമ്മൾ PSC എഴുതും. ഈ PSC എഴുതുന്നതിൽ 8 വരയ്ക്കാണോ അവർ ഇത് കൊടുക്കണത്? അല്ല, 10ാം ക്ലാസ് വരെയാണ്. അത് മിനിമം യോഗ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സാണ്. 8ാം ക്ലാസ് എന്നോട് പറയണില്ല, 10ാം ക്ലാസ്സാണ്. അതുപോലെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം യോഗ്യത 10ാം ക്ലാസ്സാണ്. 8 എന്ന് അവർ പറയണില്ല. 8 വരെ കൊടുക്കുന്നത് ഒരു 2 വർഷം കൊണ്ടും കൂട്ടിയിട്ട് അവർക്ക് യൂണിഫോമും ബുക്കും ഫുഡും കൂടി, കാരണം സ്കൂളിൽ തന്നെ ഒരു വേർതിരിവ് അവിടെയാണ്. 8 വരയ്ക്കുള്ള കുട്ടികൾക്ക് അല്ലാണ്ട് 9നും 10നും ഇല്ല എന്ന് പറയണത്. അപ്പോൾ അത് ഇനി വരണ ഇപ്പോഴുള്ള നിലവിലുള്ള സർക്കാരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇനി അടുത്ത 2007 2008 തൊട്ട് 2027 28 തൊട്ടിട്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള യൂണിഫോമും ബുക്കും മുന്നോട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതുവരെയുള്ള സർക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ 2009 തൊട്ടിട്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ടിട്ട് 9ലേക്കും 10ലേക്കും ഈ ഒരു യൂണിഫോമും ബുക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ബാധ്യത വരുന്ന അത്രേ പറയുന്നത്. എന്ത് ബാധ്യതയെ വരുന്നത്? അതല്ലാത്ത ഒരുപാട്, ഇപ്പം ഒരു ചായ കുടിക്കണമെങ്കിൽ അടക്കം നമ്മൾ സാധാരണക്കാരായാലും പണക്കാരായാലും അവരിൽ നിന്നൊക്കെ ടാക്സ് മേടിക്കുന്നുണ്ട്. അത്യാവശ്യം ടാക്സ് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥാനത്ത് കുട്ടികൾ 8 വരയ്ക്കുള്ള വിദ്യാഭ്യാസം മതി എന്നാണോ പറയണേ? അത്രയും സാധാരണക്കാരെന്താ ചെയ്യുക? പഠിപ്പ് നിർത്തേണ്ടി വരും. അച്ഛനും അമ്മയ്ക്കും അതിന് കഴിവില്ലാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ? അപ്പോൾ മാക്സിമം ഞാൻ ഈ പറയണത് കാര്യം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കേട്ടില്ലേ?